നീലയമരി ഇല്ലാതെ എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് മുടി കറുപ്പിക്കാന്നുള്ള ഒരു വീഡിയോ ആണ്. പലർക്കും കെമിക്കൽ ഹെയർ ഡൈ അലർജി ഉണ്ടാവാറുണ്ട്. അതുമൂലം എല്ലാവരും അമോണിയ ഇല്ലാത്ത ഹെയർ ഡൈ ആണ് ചോദിച്ച് വാങ്ങാറ്. പക്ഷേ നമ്മൾ അറിയേണ്ട ഒന്നുണ്ട്, അമോണിയേക്കാളും നമുക്ക് ദോഷം ചെയ്യുന്ന PPD എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റാണ് കെമിക്കൽ ഡൈയിൽ അധികം അടങ്ങിയിട്ടുള്ളത്. അതായത് പാരാഫിനിലൈൻ ഡൈമൈൻ. ഇതാണ് മുടിക്ക് നല്ല കളർ കിട്ടാനും അതുമാത്രമല്ല 1 മാസം 2 മാസം വരെ മുടിയിൽ കളർ അതുപോലെ നിൽക്കാനും സഹായിക്കുന്നത്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ തുടങ്ങി പലതരം അലർജികളും മുടി കൊഴിച്ചിലും അതുമാത്രമല്ല സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കെമിക്കൽ ഹെയർ ഡൈ വാങ്ങുന്നവർ അമോണിയ ഫ്രീ മാത്രം നോക്കി വാങ്ങിച്ചാൽ പോരാ, PPD ഫ്രീ ആണോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ കെമിക്കൽ ഹെയർ ഡൈയിൽ നിന്ന് മാറി നാച്ചുറൽ ഹെയർ ഡൈയിലേക്ക് മാറുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ നാച്ചുറലായി വീട്ടിൽ ഹെയർ ഡൈ തയ്യാറാക്കാമെന്ന് നോക്കാം. നരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല ഞാൻ ഈ ഹെയർ ഡൈ ഉണ്ടാക്കുന്നുള്ളത്, കൊഴിഞ്ഞു പോയ എല്ലാ മുടിയും നന്നായി കിളുത്ത് വരാനും കൂടിയാണ്. കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഹെയർ ഡൈ നമ്മൾക്ക് മുടി കൊഴിച്ചിലും മാറ്റിത്തരുന്നതാണ്. നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി 2 ടീസ്പൂൺ ഉലുവ കഴുകിയതിന് ശേഷം തലേ ദിവസം രാത്രി ഞാനിവിടെ കുതിരാനായി വെച്ചിട്ടുണ്ട്. ഉലുവ എല്ലാവർക്കും അറിയാം, നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും സ്കാൽപ്പിലുള്ള ഇൻഫെക്ഷൻസ് കുറയാനും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇത് തിളപ്പിക്കാനായി വെക്കണം. അതിനുവേണ്ടി 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് തലേ ദിവസം കുതിർത്ത് വെച്ച ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ടാമത് നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ്. ഞാനിവിടെ കുറച്ചൊരു വാടിയ നെല്ലിക്കയാണ് എടുത്തത്. എന്തായാലും കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ നെല്ലിക്കയാണ് ഉള്ളതെങ്കിൽ തലേ ദിവസം ഉലുവ കുതിർക്കാൻ ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഒന്ന് കുതിർക്കാനായി വെക്കാം. ഞാൻ പച്ച നെല്ലിക്ക ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മുടി വളരാനും മുടിക്ക് തിളക്കം കിട്ടാനും മുടി കറുക്കാനും സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ നെല്ലിക്ക ഒഴിവാക്കരുത്. അപ്പോൾ ഞാൻ നെല്ലിക്ക കൂടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ തൊലിയും വേണമെങ്കിൽ അതും എടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഞാനിവിടെ ഇവിടെ ഉണക്കി വെച്ചിട്ടുണ്ട്. തൊലിയോടുകൂടി കുറച്ച് ചെത്തി ഉണക്കി വെച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ല ബീട്രൂട്ട് പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഹെയർ ഡൈക്ക് നല്ലൊരു കളർ കിട്ടാൻ സഹായിക്കുന്നതാണ് ബീട്രൂട്ട്. ഇനി നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തന്നെ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നന്നായി തന്നെ ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. അത് തണുത്തിട്ടുമുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് ഒരു അരിപ്പയിലോ തുണിയിലോ വെച്ച് നമുക്ക് അരിച്ചെടുക്കാം. ഇത് നമ്മുടെ മുടിക്ക് കളർ ചെയ്യാൻ മാത്രമല്ല കേട്ടോ, നമ്മളിതിൽ നീലാമ്പരി ചേർക്കുന്നില്ല. എന്നിട്ട് പോലും നല്ല കളർ കിട്ടാൻ സഹായിക്കുന്ന കുറേ സാധനങ്ങൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മുടിയിലുള്ള ഇച്ചിങ് സ്കാൽപ്പിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതുകൊണ്ട് നന്നായി തന്നെ മുടി വളരാനും പിന്നെ ഇനി ഗ്രേ വരാതിരിക്കാൻ, നര വരാതിരിക്കുകയും വേണമല്ലോ നമ്മൾക്ക്, അതിനു കൂടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഹെന്ന ചേർക്കുന്നുണ്ട്, അല്ലാതെ നീലാമ്പരി ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ അരിച്ച് വെച്ച വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം. ആ വെള്ളത്തോടു കൂടി അരച്ചാൽ നമുക്ക് അത്രയും പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഞാൻ അരിച്ച് മാറ്റി വെച്ചത്. അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി അരിച്ചെടുക്കാനുണ്ട്. ചെറിയ തരി പോലും ഇല്ലാതെ വേണം നമ്മൾ ഇതിലേക്ക് ഹെയർ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹെയർ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ആ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് അരച്ചെടുത്തത്. അപ്പോൾ ഇതിലേക്ക് തന്നെ ആ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് അരിപ്പയിലൊന്നും അരിച്ചെടുക്കാൻ പറ്റില്ല, കാരണം ഇത് കുറച്ചും കൂടി തിക്കാണല്ലോ. അപ്പോൾ ഞാനിതൊരു തുണിയിലാണ് കേട്ടോ അരിച്ചെടുക്കുന്നുള്ളത്. അരിച്ചെടുത്ത ഡിക്കോഷനിലാണ് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുന്നുള്ളത്. ആ ഹെയർ ഡൈ തയ്യാറാക്കിയിട്ട് നമ്മൾ 2 മണിക്കൂറെങ്കിലും മുടിയിൽ അപ്ലൈ ചെയ്യണം. നിങ്ങൾ കെമിക്കൽ ഹെയർ ഡൈ ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് 100% റിസൾട്ട് കിട്ടും കേട്ടോ. ഇതുപോലെയുള്ള ഓരോ വീഡിയോസും ഇടുമ്പം എല്ലാം പരീക്ഷിച്ചതിന് ശേഷമാണ് ഇടുന്നുള്ളത്. പക്ഷേ നിങ്ങൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരതെങ്കിലും വിഷമിക്കേണ്ട. ഇതൊരു പ്രാവശ്യം ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം ഒന്നും കൂടി ഇടാം. അപ്പോൾ അങ്ങനെ 2-3 ദിവസം ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ആ പെട്ടെന്ന് റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ കെമിക്കൽ ഡൈ തന്നെ ചെയ്യരുത്. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി ആയെങ്കിലും നാച്ചുറൽ ഡൈ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമുക്കറിയാലോ പലതരം പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇപ്പം. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്.
അപ്പോൾ ഇതായത് ഞാൻ മുഴുവനായും ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ സ്ക്വീസ് ചെയ്താൽ മതി കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ചൂടാക്കി എടുക്കണം, കാരണം ഹെന്ന പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഇളം ചൂടിൽ മിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിവിടെ ഇരുമ്പ് ചീനിച്ചട്ടി ഒന്നും എടുക്കുന്നില്ല കേട്ടോ, ഒരു ഗ്ലാസ് ബൗളിലേക്കാണ് മിക്സ് ചെയ്യുന്നുള്ളത്. എനിക്ക് മുഴുവനായും തന്നെ ഇപ്രാവശ്യം മുടിയിൽ അപ്ലൈ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിൽ മുഴുവൻ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു തിക്കായി വേണം ബാറ്റർ ഉണ്ടാവാൻ. വെള്ളം കൂടിപ്പോയെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഹെന്ന പൗഡർ മിക്സ് ചെയ്താൽ മതി. കുറച്ച് അധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ച് നര കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ വലിയ നരയൊന്നും ഉണ്ടാവില്ല. എനിക്ക് ആദ്യമൊക്കെ മുടിയിൽ നല്ല നരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ ഡൈകൾ പരീക്ഷിക്കപ്പോഴും ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുമല്ലോ, അതുകൊണ്ട് എനിക്കിപ്പോൾ അധികം നരയൊന്നും ഉണ്ടാവാറില്ല. കുറച്ച് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതിലേക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മുഴുവനായ റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കുറേ പേര് പറയാറുണ്ട് ഇരുമ്പ് ചീനിച്ചട്ടിയൊന്നും പഴയതില്ലെന്ന്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇത് കാണിച്ചു തരുന്നത്. ഇരുമ്പ് കത്തി ഇതുപോലെ ഇറക്കി വെച്ചാൽ മതി. അത് ഇനി നാളെ എടുക്കാം നമുക്ക്. പിന്നെ നമ്മുടെ മുടി നരക്കാതിരിക്കാനും മുടി കൊഴിച്ചിൽ മാറാനും നല്ല ഗ്രീൻ സാലഡ് ദിവസം കഴിക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി ഇതുപോലെ നമുക്ക് ചെറുപയർ മുളപ്പിച്ച് വെക്കാം. അത് ദിവസത്തിൽ ഒരു മീൽ ഇതുപോലെ കഴിക്കുന്നത് നല്ലതാണ്. ഒന്നെങ്കിൽ വൈകിട്ട് ഈവനിങ് സ്നാക്കായി കഴിക്കാം, അല്ലെങ്കിൽ രാത്രിയത്തെ ഡിന്നറായി തന്നെ കഴിക്കാം. കുറച്ച് കുക്കുംബർ അരിഞ്ഞതിലേക്ക് ഞാൻ ഈ ചെറുപയർ മുളപ്പിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയും ഒരു തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞതാണ്. അതിലേക്ക് ഒരു പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ മല്ലിയിലോ എന്ത് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും, അതായത് ഉലുവയില ഉണക്കിയത്, അതും കൂടി ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ സാലഡ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെയാണ് ഇത്. ഇപ്പോൾ നോക്കിക്കോ, നന്നായി തന്നെ നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കത്തി വെച്ചുകൊണ്ട് കണ്ടോ, അതിൻ്റെ അടുത്തൊക്കെ നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യും. ഇതിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇരുമ്പ് പാത്രത്തിൽ തന്നെ വെക്കണം എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് നന്നായി തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ. പല ആൾക്കാരും പറയുന്നുണ്ട് ഇരുമ്പ് ചീനച്ചട്ടി ഇല്ല, അതും തന്നെ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട. ഇതുപോലെ ഒരു കത്തി അല്ലെങ്കിൽ 2-3 ആണി ഇത്രയും ഇട്ട് കൊടുത്താൽ തന്നെ മതി. നമ്മൾ നന്നായി തന്നെ കറുത്ത് വരും. പിന്നെ ഇരുമ്പ് ചീനച്ചട്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഇതിനു വേണ്ടി തന്നെ മാറ്റി വെക്കണം. ഇനി ഞാൻ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഒന്ന് നിങ്ങൾ ആലോചിക്കണം, നമ്മൾ എന്ത് ചെയ്താലും ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ്. നല്ല കറുപ്പ് കളർ കിട്ടും. പക്ഷേ എത്ര കാലം ലാസ്റ്റ് ചെയ്യുന്നു, 1 മാസം ലാസ്റ്റ് ചെയ്യുന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നര കുറച്ച് കാണുന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ മാത്രം ചെയ്താൽ മതി കേട്ടോ, മുഴുവനായൊന്നും ചെയ്യേണ്ട. ഇപ്പോൾ എൻ്റെ മുടിയിൽ കണ്ടോ, ഇത്ര മാത്രമേ നര വരുന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള പാക്കുകൾ ഇടുന്നതുകൊണ്ടാണ് എനിക്ക് അധികം മുടിയൊന്നും നരക്കാത്തത്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരതെങ്കിൽ നല്ല റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒന്നുകൂടി ചെയ്യുക. അങ്ങനെ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല, 2 മണിക്കൂറാണ് ഞാൻ മുടിയിൽ വെച്ചത് പാക്ക്. ഇത്രയും നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ വെച്ച് കഴുകുക. പിറ്റേ ദിവസം വീണ്ടും 1/2 മണിക്കൂർ കൂടി ഈ പാക്ക് ഇടുക. അങ്ങനെ ഇടുമ്പോൾ നല്ല ബ്ലാക്ക് കളർ കിട്ടും. എനിക്കിപ്പോൾ നന്നായി തന്നെ കറുത്തിട്ടുണ്ട് കേട്ടോ മുടി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thank you for watching.